വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ് ആൻഡ് ലൈം പിക്കിളിൻ്റെ റെസിപ്പി കാണാം. ഈ ഡേറ്റ് ആൻഡ് ലൈം പിക്കിൾ അല്ലെങ്കിൽ നാരങ്ങയും ഈന്തപ്പഴം കൂടെ ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഞാൻ എടുത്തേക്കുന്ന 250 ഗ്രാം നാരങ്ങയാണ്. 6-7 നാരങ്ങ കാണും 250 ഗ്രാം എന്ന് പറയുമ്പോൾ. നടുവേ ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ നാരങ്ങയും സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ നാരങ്ങയെ നമ്മൾ 8ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് 2-3 ദിവസം മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് വെള്ളം ഇറക്കും. മാത്രമല്ല നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങും. അപ്പോൾ മിനിമം ഒരു 3 ഡേയ്സ് വെക്കുക. അതാണ് കൂടുതൽ രുചി. ഇപ്പോൾ ഞാൻ ഒരു 3 ദിവസം മുമ്പ് ഇതേപോലെ ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഉപ്പ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പൂപ്പിൽ വരും. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് നല്ലെണ്ണ ചൂടാക്കാം. ഞാനൊരു 1/3 കപ്പ് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പിൻ്റെ 1/3 ഭാഗം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയും ഉപ്പൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. അത് കേടുകൂടാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് ആദ്യം കടുകിടാം. 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് മൂത്ത് വരണം. വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് കായംപൊടി, 1/2 ടീസ്പൂൺ നിറച്ച് കായംപൊടി ചേർക്കാം. അതേപോലെ തന്നെ ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, ഇനി ഇതിലേക്ക് വിനീഗർ ചേർക്കണം. വിനാഗിരി ഏകദേശം ഒരു 1/3 കപ്പ് തന്നെ വിനീഗർ ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. ഇനി നന്നായിട്ട് മധുരം കൂടെ ചേർക്കണം. 6 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ്, ഇത് 125 ഗ്രാം ഉണ്ട്. ഏകദേശം 1 കപ്പ് ഡേറ്റ്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ 3 ദിവസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ് അതുകൂടെ ചേർക്കാം. ആ വെള്ളത്തോടുകൂടെ ചേർക്കാം. നാരങ്ങയായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനീഗറും കൂടെ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് വേണമെങ്കിലും ഗ്രേവി ആക്കാം.
വെള്ളം കഴിയുന്നതും ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് കൂടും. നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. നേരെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു 550 തൊട്ട് ഒരു 600 ഗ്രാമിൽ താഴെയാണ് കിട്ടുക. നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ചൂട് പോയ ശേഷം മാത്രം ബോട്ടിലാക്കുക. അതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം, ബോട്ടിൽ വേണം സ്റ്റോർ ചെയ്യാൻ. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞ് കിടക്കണം. അങ്ങനെ ആകുമ്പം നമ്മൾ അച്ചാർ കേടുകൂടാണ്ട് കുറേ ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ അച്ചാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ കുറവൊക്കെ ആണെങ്കിൽ, എണ്ണ തെളിയാതെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ഏത് എണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്ത ആ എണ്ണ മേലെ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള, ഉണങ്ങിയ വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ചാലും അച്ചാർ കേടുകൂടാണ്ട് മാസങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 575 തൊട്ട് 600 ഗ്രാമിനകത്താണ് ഈ അച്ചാർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച ശേഷം നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നാരങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും, അച്ചാർ ഒന്നുകൂടെ രുചിയാവും. ട്രൈ ചെയ്ത് നോക്കുക. നല്ല എരിവും പുളിയും ചെറിയ മധുരമൊക്കെ ഉള്ള ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.